1 കൊരിന്ത്യർ 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വം ആകുന്നു. ആത്മികമായി വിവേചിക്കേണ്ടതാകയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. ആത്മികനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതും ഇല്ല. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 14 മുതൽ 15 വരെയുള്ള വചനം ആത്മീയ കാഴ്ചപ്പാടിന്റെ വ്യത്യാസത്തെ കാണിക്കുന്നു. ആത്മീയ വിവേചനമില്ലാത്ത അവസ്ഥയെക്കുറിച്ച് പഴയ നിയമം പലയിടത്തും സൂചിപ്പിക്കുന്നു. സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം, ദുഷ്ടന്മാർ ന്യായവിധി ഗ്രഹിക്കുന്നില്ല, യഹോവയെ അന്വേഷിക്കുന്നവരോ സകലവും ഗ്രഹിക്കുന്നു. ആത്മീയ മനുഷ്യൻ സകലത്തെയും വിവേചിക്കുന്നു എന്ന വിശുദ്ധ പൗലോസിന്റെ വാക്കിന് സമാനമായ വചനം ആണിത്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 9 മുതൽ 10 വരെ പരിശോധിക്കുമ്പോൾ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നതിനാൽ അവർക്ക് കാണാനോ കേൾക്കാനോ ഗ്രഹിക്കാനോ കഴിയുന്നില്ല എന്ന് പ്രവാചകൻ പറയുന്നു. ഇത് പ്രാകൃത മനുഷ്യന്റെ അവസ്ഥയാണ്. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ദുഷ്ടന്മാരിൽ ആരും ദൈവവചനം ഗ്രഹിക്കുകയില്ല, എന്നാൽ ബുദ്ധിമാന്മാരോ അഥവാ ദൈവഭയമുള്ളവരോ ദൈവത്തിന്റെ തിരുവെഴുത്തുകളെ ഗ്രഹിക്കും എന്ന് കാണാം. വിശുദ്ധ പൗലോസ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഈ വചനം ഇവിടെ എഴുതുവാൻ കാരണം എന്താണ്? കൊരിന്തിലെ വിശ്വാസികൾക്കിടയിൽ ലൗകിക ജ്ഞാനത്തിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. എന്നാൽ സുവിശേഷം പലർക്കും ഭോഷത്വമായി തോന്നുന്നത് എന്തുകൊണ്ട് എന്ന് പൗലോസ് വിശദീകരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ ഒരാൾക്ക് സുവിശേഷത്തിന്റെ ആഴം മനസ്സിലാക്കാൻ കഴിയില്ല. കേവലം ബുദ്ധിശക്തി കൊണ്ട് ദൈവത്തെ അളക്കാൻ ശ്രമിക്കുന്നവർക്ക് ആത്മീയ സത്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയില്ല എന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹം ഈ വേർതിരിവ് ഇവിടെ കാണിക്കുന്നത്. ഈ വചനത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട ചില സത്യങ്ങൾ ഇവയൊക്കെയാണ്. 1. ആത്മാവില്ലാത്ത പ്രാകൃത മനുഷ്യനും ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ആത്മീയ മനുഷ്യനും. 2. ആത്മീയ കാര്യങ്ങൾ വിലയിരുത്താൻ ആത്മീയമായ അളവുകോലുകൾ തന്നെ വേണം. ലോകത്തിൻ്റെതായ യുക്തി ഇവിടെ പരാജയപ്പെടും. 3. ബൈബിൾ വായിക്കുമ്പോഴോ സുവിശേഷം കേൾക്കുമ്പോഴോ അത് ഹൃദയത്തിൽ സ്പർശിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ വെളിച്ചം അത്യാവശ്യമാണ്. 4. ആത്മീയ മനുഷ്യൻ ദൈവഹിതം തിരിച്ച് അറിയുന്നതിനാൽ ലോകത്തിന്റെ തെറ്റായ വിധികൾക്ക് അവൻ അടിമയല്ല, അവൻ ആരോടും വിവേചിക്കപ്പെടുന്നില്ല. ചുരുക്കത്തിൽ ലോകം ഭോഷത്വമെന്ന് വിളിക്കുന്നത് ആത്മീയമായി നോക്കുന്നവർക്ക് ദൈവത്തിന്റെ ജ്ഞാനമാണ്. ആത്മാവിന്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തെ ശരിയായി അറിയാൻ കഴിയുകയുള്ളൂ. ദൈവത്തെ ശരിയായി അറിയാൻ ദൈവത്തിന്റെ ആത്മാവിന് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് ഈ വചനത്താൽ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.